children. Now I welcome our KG head, Reverend Sister Darshana. Welcome, sister. Coordinator always talk about developing an winning attitude. Now I invite our KG coordinator Milena. Ma'am, please. Now is the time whereby to invite a child to his parents. Now I welcome our parent representative, Advocate Jijoke, to this function. Sir, please. No matter how far we come, our parents and teachers are always in there. Now I invite all the parents, teachers, and all my dear friends. Once again, I extend a heartfelt welcome to all of you. May this Flowers Day celebration fill our heart with the joy, our minds with inspiration, our surrounding the enchanting beauty of flowers. Thank you. Thank you, children. One child, one teacher, one book, one pen can change the world. Now I invite Reverend Sister Sheila Louise for the inaugural address. എല്ലാവർക്കും സുഖമാണോ? ആണോ? സുഖമാണോ? എല്ലാവരും കാപ്പി കുടിച്ചിട്ടാണോ വന്നേ? ഭക്ഷണം കഴിച്ചോ? അന്ന് ഇപ്പൊ വർത്താനം പറയാതിരിക്കുമോ? നല്ല കുട്ടികളാണ് വർത്താനം പറയുന്നത് കേട്ടോ. ഇവിടെ കൂടിയിരിക്കുന്ന ടീച്ചേഴ്സ്, ജിജോ സാർ, ദർശന സിസ്റ്റർ, ടീച്ചേഴ്സ് ആൻഡ് ഓൾ ദി പേരൻസ് ആൻഡ് ദി സ്റ്റുഡൻസ്. മലയാളം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ മലയാളം പറയണം എന്നറിയാം. അതുകൊണ്ട് മലയാളം പറയാനായിട്ട് ശ്രദ്ധിക്കാം. കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇത് നമ്മൾ എന്തിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫ്ലവേഴ്സ് ഡേ അല്ലെ? മലയാളത്തിൽ ഫ്ലവേഴ്സിന് എന്തെന്നാ നമ്മൾ പറയുന്നത്? പൂക്കൾ. എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണോ? ആണോ? ഏത് പൂക്കളൊക്കെ ഉള്ളേ? പേര് പറയുമോ? ആ, ഒരുമിച്ച് പറയരുതേ, കൈ പൊക്കി ഓരോരുത്തരെ പറയാവുള്ളൂ കേട്ടോ. കൈ പൊക്കിയിട്ട് ഓരോരുത്തരെ പറയാവുള്ളൂ. ആ, പറഞ്ഞ് ഏത് പൂക്കളാ? റോസപ്പൂ. റോസപ്പൂവിന്റെ കളർ എന്താ? റെഡ് കളർ. റെഡ് കളർ മാത്രമല്ല റോസപ്പൂ. പിന്നെ ഏത് കളറാ? പിങ്ക് കളർ. പിന്നെ വേറെ എന്തെങ്കിലും കളർ ഉണ്ടോ? ഓറഞ്ച് കളർ. ആ, ഇനിയോ? റെഡ് കളർ, പിങ്ക്, യെല്ലോ കളർ, ബ്ലൂ കളർ ഉണ്ടോ? വൈറ്റ് കളർ, പർപ്പിൾ കളർ, വയലറ്റ് കളർ. ഓക്കെ, എല്ലാവർക്കും റോസപ്പൂ ഇഷ്ടമാണോ? ആണോ? അന്ന് അവിടെ ഇരിക്കും. അവിടെ ഇന്ന് വർത്താനം പറയും നല്ല കുട്ടികളായിട്ടിരിക്കണേ. കഥ കേൾക്കാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ആണോ? കഥ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുമോ? എങ്ങനെ സിസ്റ്റർ ചോദ്യം ചോദിക്കുമ്പോ ആൻസർ തരുമോ? ആ, ഇന്ന് നല്ല കുട്ടികളായിട്ട് കൈ കെട്ടിയിരുന്നേ. സിസ്റ്റർ നോക്കട്ടെ ഏത് കുട്ടികളാണ് നല്ല കുട്ടികൾ? നല്ല പിള്ളേരല്ലേ സെയിന്റ് ആൻസിലെ പിള്ളേര്? ആ, ഒരിടത്ത് ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നേ? ആ പൂന്തോട്ടത്തിൽ നിറച്ച് മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ നിറയെ എന്താ ഉണ്ടായിരുന്നേ? ചെടികളും മരങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു. ഈ പൂന്തോട്ടത്തിൽ നിറച്ച് പൂക്കളായിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ഈ പൂക്കളുടെ എല്ലാം കളർ വെള്ള കളറായിരുന്നു. എന്ത് കളറായിരുന്നു? അതുകൊണ്ട് പൂക്കൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എപ്പോഴും എല്ലാ പൂക്കളും വെള്ള കളറാണ്.
വലിയ പൂക്കളുണ്ട്, കുഞ്ഞു പൂക്കളുണ്ട്. പക്ഷെ എല്ലാ പൂക്കളുടെയും കളർ എന്തായിരുന്നു? വെള്ള കളർ. അതുകൊണ്ട് പൂക്കൾക്ക് എന്ത് പറ്റി? പൂക്കൾക്കെല്ലാം സങ്കടമായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ പൂക്കൾ രാവിലെ നേരം വെളുത്തപ്പം ഒരു പൂമ്പാറ്റ വരുന്നുണ്ട്. ആരാ വന്നേ? പൂമ്പാറ്റ വന്ന് കണ്ടപ്പോ പൂമ്പാറ്റയ്ക്ക് നല്ല പൂമ്പാറ്റിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? നല്ല കളറല്ലേ പൂമ്പാറ്റയ്ക്ക്? റെഡ് കളറും മഞ്ഞ കളറും ഒക്കെ ആയിട്ട് ഇഷ്ടമാണ് പൂമ്പാറ്റേനെ. അപ്പൊ ഇങ്ങനെ പൂമ്പാറ്റ വന്നപ്പോ പൂമ്പാറ്റയ്ക്ക് കളർ കണ്ടപ്പോ പൂക്കൾക്ക് പിന്നെ ഒത്തിരി സങ്കടമായി. അവർക്ക് കളറില്ലല്ലോ. എന്നിട്ട് ഈ പൂക്കളെല്ലാം ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ഈ പൂമ്പാറ്റ പോയി പൂക്കളോട് ചോദിച്ചു, നിങ്ങളെല്ലാം എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേന്ന്? ആരാ ചോദിച്ചേ? ആരോട് ചോദിച്ചു? പൂക്കളോട്. പൂമ്പാറ്റ എന്തിനാ പൂക്കളുടെ അടുത്ത് പോകുന്നേ? തേൻ കുടിക്കാൻ വേണ്ടിട്ടല്ലേ പോണേ. അപ്പൊ പൂമ്പാറ്റ തേൻ കുടിക്കാൻ വേണ്ടി പൂക്കളുടെ അടുത്ത് പോയപ്പം പൂക്കളെല്ലാം സങ്കടപ്പെട്ടിരിക്കുവാണ്. അപ്പൊ പൂമ്പാറ്റ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. പൂക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും കളർ വെള്ളയായതുകൊണ്ട് കാണാൻ ഒരു ഭംഗിയില്ല, കുറച്ച് കളർ തരുമോ എന്ന് ചോദിച്ചു പൂമ്പാറ്റയോട്. അപ്പൊ പൂമ്പാറ്റ പറഞ്ഞു, എനിക്ക് കളർ ഒന്നും തരാനുള്ള കഴിവൊന്നുമില്ല, പക്ഷെ നിങ്ങളെല്ലാം എന്റെ കൂട്ടുകാരായതുകൊണ്ട് നിങ്ങളുടെ വിഷമം കാണുമ്പോൾ എനിക്കും വിഷമം വരുന്നു പറഞ്ഞു. എന്നിട്ട് പൂമ്പാറ്റ പറഞ്ഞു, പൂമ്പാറ്റയ്ക്ക് ഒരു നല്ല ഫ്രണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ലേ? അതുപോലെ പൂമ്പാറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു മഴവില്ല്. മഴവില്ലിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? മഴവില്ല് എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? നമ്മള് റെയിൻബോ. എപ്പോഴാണ് റെയിൻബോ നമ്മൾ കാണുന്നത്? റെയിൻബോ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? എവിടെയാണ് നമ്മൾ റെയിൻബോ കാണുന്നത്? ആകാശത്ത്. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോ കാർമേഘമൊക്കെ വന്നു കഴിയുമ്പോ, മഴ പെയ്ത് കഴിയുമ്പോ നമുക്ക് ഇടയ്ക്ക് ആകാശത്ത് എന്ത് കാണാം? മഴവില്ല് കാണാം അല്ലെ? മഴവില്ല് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇംഗ്ലീഷിൽ റെയിൻബോ എന്ന് പറയും. അപ്പൊ ഈ മഴവില്ല്. അപ്പൊ പൂമ്പാറ്റ പറഞ്ഞു, പൂമ്പാറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? മഴവില്ല്. മഴവില്ലിനെ കണ്ടിട്ടുണ്ടോ? മഴവില്ലിന് എത്ര കളറുണ്ട്? മഴവില്ലിന് എത്ര കളറാ? 7 കളറുണ്ട്. അപ്പൊ മഴവില്ലിന് കുറെ കളറുണ്ട്. അപ്പൊ പൂമ്പാറ്റ ഈ പൂക്കളോട് പറയുവാണ്, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് മഴവില്ല്, ഞാൻ പോയി മഴവില്ലിനോട് കുറച്ച് കളർ വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. എന്നിട്ട് പൂമ്പാറ്റ എന്ത് ചെയ്തു? പറന്ന് എങ്ങോട്ട് പോയി? മഴവില്ല് എവിടെയാ? ആകാശത്ത്. പൂമ്പാറ്റ പറന്ന് മഴവില്ലിന്റെ അടുത്ത് പോയി. മഴവില്ലിന്റെ അടുത്ത് പോയിട്ട് മഴവില്ല് നമ്മുടെ ഫ്രണ്ട്സിനെ വിഷ് ചെയ്യുന്ന പോലെ പൂമ്പാറ്റ എന്ത് ചെയ്തു? മഴവില്ലിനെ വിഷ് ഒക്കെ ചെയ്തു. പക്ഷെ ഈ മഴവില്ല് നോക്കിയപ്പോ പൂമ്പാറ്റയുടെ മുഖം ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുക. അപ്പൊ മഴവില്ല് പൂമ്പാറ്റയോട് ചോദിക്കും, നീ എന്ത് ഇന്ന് രാവിലെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ പൂമ്പാറ്റ പറഞ്ഞു, എനിക്ക് താഴെ ഭൂമിയിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട് പൂക്കള്, പക്ഷെ അവർക്കെല്ലാം ഭയങ്കര സങ്കടമാണ്. എന്തെന്ന് ചോദിച്ചാല് അവർക്ക് ആർക്കും കളറില്ല, അവരുടെ എല്ലാം കളർ വെള്ളയാ. അതുകൊണ്ട് മഴവില്ല് എനിക്ക് കുറച്ച് കളറുകൾ കടം തരാമോ എന്ന് ചോദിക്കും. അപ്പൊ മഴവില്ല് പറഞ്ഞു, നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ നിനക്ക് കുറെ കളർ തരാന്ന് പറഞ്ഞു. ഓരോ ബക്കറ്റിന്റെ അകത്തൂടെ എന്ത് ചെയ്തു? മഴവില്ലിന് എത്ര കളർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ. അപ്പൊ മഴവില്ല് എന്ത് ചെയ്തു? 7 കളർ 7 ബക്കറ്റിലാക്കി ആരുടെ കൊടുത്തു? പൂമ്പാറ്റയുടെ കയ്യിൽ കൊടുത്തു. ആരുടെ കയ്യില്? പൂമ്പാറ്റയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പൂമ്പാറ്റ എന്ത് ചെയ്തു? ഈ കളറെല്ലാം പിടിച്ചോണ്ട് പറന്ന് എവിടെ എത്തി? നമ്മുടെ പൂന്തോട്ടത്തില്. എവിടെയാ പോവണേ? പൂന്തോട്ടമല്ലേ? എന്നിട്ട് ഈ പൂമ്പാറ്റ ഈ കളറെല്ലാം പിടിച്ചോണ്ട് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? പൂക്കൾക്കൊക്കെ എന്ത് ചെയ്തു? കളർ കൊടുത്തു കഴിഞ്ഞപ്പം കുറെ പൂക്കൾ റെഡ് കളറും മഞ്ഞ കളറും ഓറഞ്ച് കളറൊക്കെ നല്ല ഭംഗിയല്ലേ? അപ്പൊ പൂക്കൾക്കെല്ലാം ഒത്തിരി സന്തോഷമായി. അപ്പൊ ഈ പൂക്കളെല്ലാം എന്ത് ചെയ്തു? വേഗം തന്നെ അവർക്ക് സന്തോഷമായി കഴിഞ്ഞപ്പോ പൂക്കളെല്ലാം ചിരിച്ചു തുടങ്ങി. പൂക്കൾ നമുക്ക് ചിരിച്ചല്ലേ കാണുന്നേ? പൂക്കൾ ചിരിച്ചിട്ട് വേഗം പൂമ്പാറ്റയോടും മഴവില്ലിനോടും എന്ത് പറഞ്ഞു? താങ്ക് യു പറഞ്ഞു. അപ്പൊ അതുപോലെ നമ്മുടെ കൊച്ചുകുട്ടികളല്ലേ? ആണോ? അപ്പൊ നമുക്ക് ആരെങ്കിലും ഉപകാരം ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് നന്ദി പറയണം. നന്ദി എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ താങ്ക് യു എന്ന് പറയും അല്ലേ? നന്ദി പറയാനുണ്ടോ നമ്മള്? നമുക്ക് ആദ്യം നന്ദി പറയേണ്ടത് ആരോടാ? ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് നമുക്ക് ജന്മം തന്ന ആരോട്? ഈശോയോട്. ഈശോയോട് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മക്കൾ സ്കൂളിൽ വരുന്നത്. ഈശോയോട് അല്ലെങ്കിൽ ചിലവർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടോ? പിന്നെ നമുക്ക് ദൈവം ഭൂമിയിൽ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരാ? ഈശോയുടെ കഴിഞ്ഞു, ദൈവത്തിന്റെ കഴിഞ്ഞു. ദൈവം കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് നമ്മൾ ആരോടാ? നമ്മുടെ മാതാപിതാക്കളോടല്ലേ? ആരെയും പുതിയ ഉടുപ്പൊക്കെ വാങ്ങി തന്നെ? ആരും ഡ്രസ് വാങ്ങി തന്ന ആരാ? പേരൻസ്. ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആരാ? പേരൻസ്. അപ്പൊ നമ്മളിനി ആരോട് നന്ദി പറയണ്ടേ? പേരൻസിനോട് നന്ദി പറയാറുണ്ടോ? കുഞ്ഞു പിള്ളേർ എങ്ങനെയാ നന്ദി പറയുന്നേ?
അനുസരിച്ച് അവർക്ക് നല്ല മക്കളായി ജീവിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മാതാപിതാക്കളോട് നന്ദി പറയുന്നത്, അല്ലേ? ഇനി സ്കൂളിൽ വരുമ്പോൾ മക്കളെ പഠിപ്പിക്കുന്ന ആരാ? ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിക്കുന്നില്ല. നമ്മളെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, നമ്മളെ ആൽഫബറ്റ് പഠിപ്പിച്ചു തരുന്നുണ്ട്, ഡിസിപ്ലിൻ ഒക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സിനോട് താങ്ക്സ് പറയാനുണ്ടോ? അപ്പം പൂമ്പാറ്റയും പൂക്കള് മഴവില്ലിനോടും പൂമ്പാറ്റയോട് നന്ദി പറഞ്ഞ പോലെ നമ്മളെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യണം? എപ്പോഴും നന്ദി പറയണം. നമുക്ക് ആരെയും എന്തെങ്കിലും ഉപകാരമൊക്കെ ചെയ്തു തന്നാല് നന്ദി പറയുക. ഇനി മുതല് ചിരിച്ചോണ്ട് നന്ദി പറയുമോ? നല്ല കുട്ടികളായിട്ടിരിക്കുമോ? ഇത്രയും കഥ മനസ്സിലായോ? ഈ കഥയുടെ സിസ്റ്റർ ആരെ കുറിച്ചൊക്കെയാ പറഞ്ഞേ? പൂമ്പാറ്റ ഉണ്ടായിരുന്നു, പിന്നെ ആരും ഉണ്ടായിരുന്നേ? മഴവിലുണ്ടായിരുന്നു, പിന്നെ ആരും ഉണ്ടായിരുന്നേ? പൂക്കളുണ്ടായിരുന്നു, അല്ലേ? ഇതിൽ ഏതിന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടം? പൂക്കളെയാണോ ഇഷ്ടം? പൂമ്പാറ്റേനാണോ ഇഷ്ടം? മഴവിലിനാണോ ഇഷ്ടം? മഴവില്ലിന്. പൂക്കളെ. കുറച്ചു പേർക്ക് പൂക്കളെ ഇഷ്ടമാണ്, കുറച്ചു പേർക്ക് എന്തിനെ ഇഷ്ടമാണ്? മഴവില്ലിനെ ഇഷ്ടമാണ്, കുറച്ചു പേർക്ക് പൂമ്പാറ്റനെ ഇഷ്ടമാണ്, അല്ലേ? അപ്പൊ ഇനി നമ്മള് ഫ്ലവേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ഫ്ലവേഴ്സിന് വേറെ വേറെ കളർ കിട്ടിയെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ ഏത് കളർ ഫ്ലവർ ഉണ്ടായിരുന്നു? നമുക്ക് ഒരേ ഒരു കളർ, അത് ഏതായിരുന്നു? വെള്ള കളർ. ഇപ്പൊ നമ്മുടെ പൂക്കൾക്ക് വേറെ വേറെ കളർ ആരാ കൊടുത്തത്? പൂമ്പാറ്റയാണോ കൊടുത്തേ? അല്ലല്ലോ, മഴവില്ല് അല്ലെങ്കിൽ റെയിൻബോ. അതുകൊണ്ട് പൂക്കള് ദൈവത്തിന് നന്ദി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ മഴവില്ലിനോട് നന്ദി പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? എപ്പോഴും നന്ദി പറയണം. നന്ദി പറയാ ഇനി മുതല്. ഇന്ന് ഫ്ലവേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് എന്നും നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. കഥ മനസ്സിലായോ? അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഡേ. എൻജോയ് ദി ഡേ, എൻജോയ്, സെലിബ്രേറ്റ് ദ ഫ്ലവേഴ്സ് ഡേ. ബൈ. Parents, students, and teacher representatives to lead the tradition line.
ഗുഡ് മോർണിംഗ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ഡിയർ പാരൻസ് ആൻഡ് കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാവരും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയോ? പാരൻസ് സഹായിച്ചോ? ആരെ സഹായിച്ച്? മമ്മിയാ? പപ്പ സഹായിച്ചില്ലേ? മമ്മി പപ്പയെ സഹായിച്ച? എന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചെടിയിലൊക്കെ അല്ല പൂക്കളുടെയൊക്കെ ഇത് പോയോ? നമ്മളുടെ ഒടിഞ്ഞു പോയോ? ചെരിഞ്ഞൊക്കെ പോയോ? അടിപൊളിയായിട്ടിരിക്കണോ? കൊള്ളാലോ. പല കളറുകളാണോ? എല്ലാവരുടെയും ഇഷ്ടായോ? പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുമ്പോ സന്തോഷമായോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാക്കി തന്നപ്പോ പാരന്റ്സിന് സന്തോഷമായോ? സന്തോഷമായി. അപ്പോഴേ നമ്മള് നിങ്ങളെ കാണുമ്പോ പാരന്റ്സിനും സന്തോഷമാണ്. ഇത് ടീച്ചർ ആദ്യം തന്നെ പൂക്കൾ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ വീട്ടിലാണെങ്കിലും ഞങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവും ഇത് എങ്ങനെ ഉണ്ടാക്കും. പിന്നെ കുറെ സാധനങ്ങൾ മേടിച്ച് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഇത് ഉണ്ടാക്കിയപ്പോ സത്യം പറഞ്ഞ ഒരു വളരെ സന്തോഷം തോന്നി. കഴിഞ്ഞപ്പോ പൂക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ, അതായത് എന്താ പറയാ, കുട്ടികളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ നമ്മൾ ചെയ്തെങ്കിൽ കൂടിയും അത്ര ഇതില്ലാതെ ചെയ്തെങ്കിലും നിങ്ങളെ മക്കളെ കാണാൻ, അപ്പോ നിങ്ങളെ കാണുമ്പോ പാരന്റ്സിന് എല്ലാവർക്കും സന്തോഷമാവാറുണ്ടോ? ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? പാരന്റ്സിന് സന്തോഷമാവാറുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് പാരന്റ്സിനും നിങ്ങളെ കാണുമ്പോൾ സന്തോഷമാവാറുണ്ട്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ടീച്ചേഴ്സിനോട് പ്രത്യേകിച്ച് ഇതുപോലത്തെ കുട്ടികളെ പിടിച്ചിരുത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഹാറ്റ്സ് ഓഫ്. അത് പറയാൻ കാരണം ഞാൻ കുറെ നേരമായിട്ട് വാച്ച് ചെയ്യാറുണ്ട് ഇവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ളത്. നമുക്ക് പോലും ഒരാളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറില്ല ആക്ച്വലി. ആദ്യം തന്നെ അതിനൊരു ബിഗ് സല്യൂട്ട് ടു ടീച്ചേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എവരിവൺ. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നമ്മള് പൂക്കളൊക്കെ ഉണ്ടാക്കിയപ്പോ നല്ലതും ചീത്തയും ഒക്കെ ഇല്ലേ? ഉണ്ടോ? എല്ലാ പൂക്കളും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? അതിൽ നല്ല പൂക്കളും കുറച്ച് ചെറിയ പൂക്കളും കളർ പോയ പൂക്കളൊക്കെ ഇല്ലേ? അതൊക്കെ നല്ലതല്ലേ? എല്ലാം കൂടി കാണുമ്പോഴല്ലേ ഭംഗി അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കൂട്ടത്തില് ഇപ്പോ കളർ കുറഞ്ഞവരുണ്ടാവാം, അതുപോലെ പഠിക്കാൻ ഇത്തിരി പുറകോട്ടുള്ളവരുണ്ടാവാം. അവരൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കണം കേട്ടോ. മനസ്സിലായോ? നമ്മൾ കളിക്കുമ്പോൾ നന്നായി കളിക്കണം, പഠിക്കുമ്പോൾ നന്നായി പഠിക്കണം, ടീച്ചേഴ്സ് പറയുന്നതെല്ലാം അനുസരിക്കണം. ഓക്കെ? അപ്പൊ ഈ ഫ്ലവേഴ്സ് ഡേയിൽ എനിക്ക് നമ്മളോട് പറയാനുള്ളതും പ്രാർത്ഥിക്കാനുള്ളതും ആശംസിക്കാനുള്ളതും എല്ലാം ഇത് മാത്രമാണ്. നമുക്ക് കുറവുകളുണ്ടെങ്കിലും കുറവുള്ളവർ കൂടെ ഉണ്ടെങ്കിലും അവരുടെ കൂടെ ഉണ്ടെങ്കിലും അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ ഫ്ലവേഴ്സ് ഡേയില് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഫ്രം ദ പാർട്ട് ഓഫ് പാരന്റ്സ്. ആൻഡ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക ഇന്നത്തെ ഡേ. അപ്പോൾ താങ്ക് യു. The
of blooms. This day has been celebrated for centuries and is the perfect opportunity to appreciate the beauty of nature. Flowers can convey love, joy, strength to every season or a reason. National Flowers Day in March remains as to pause that appreciate the nature's art. The holiday is the perfect for planting more flowers. You gift flowers to someone or even yourself. Lotus is our national flower. Because of its signification in the ascension of traditional religion and mythology, the lotus was chosen as the national flower. Let's enjoy Flowers Day. Thank you.
Once again, thank you very much for your great cooperation. Without your cooperation, it's very impossible. I know you cooperated as very well. Thank you so much.